ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ വിരുന്നിൻ്റെ ആത്മീയത ധ്യാനിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തു ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു വിവാഹ വിരുന്നിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് നിത്യസ്വർഗത്തിലേക്കുള്ള കവാടം നമുക്കായി തുറന്നു നൽകുന്ന ആത്മീയതയാണ്. എല്ലാവരെയും ക്ഷണിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗീയ വിരുന്ന്, അവിടെ എല്ലാവർക്കും ഇടമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, എല്ലാം ഒരുക്കി വച്ച ശേഷം ക്ഷണിക്കപ്പെട്ടവരെ ആളയച്ച് രാജാവ് ക്ഷണിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ്. രാജാവ് ഒരുക്കിയ വിരുന്നിന് അവർ അത്ര പ്രാധാന്യം കൽപ്പിച്ചില്ല. വിരുന്നിനേക്കാൾ പ്രാധാന്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നൽകി അവർ ഓരോരുത്തർ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറിപ്പോയി. അപ്പോൾ രാജാവാകട്ടെ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ തെരുവീഥിയിൽ പോയി കാണുന്നവരെല്ലാവരെയും വിവാഹ വിരുന്നിന് കൊണ്ടുവരിക, എല്ലാവരെയും ക്ഷണിക്കുക. ക്ഷണിക്കപ്പെട്ടവരാരും തന്നെ ഈ വിവാഹ വിരുന്നിന് അർഹരല്ല. ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും സ്വയം തിരസ്കൃതരാവുകയും ക്ഷണിക്കപ്പെടാത്തവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം, ഇത് രാജാവിൻ്റെ കുഴപ്പമല്ല. അത് ക്ഷണിക്കപ്പെട്ടവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്. സ്വർഗം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരുവൻ സ്വയം അർഹത നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവന് മാത്രമായിരിക്കുമെന്ന് ഉപമ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ ഉപമയുടെ അവസാന ഭാഗത്ത് വിവാഹ വസ്ത്രമണിയാതെ വിവാഹ വിരുന്ന് ശാലയിൽ എത്തിച്ചേർന്നവരോട് യജമാനൻ ചോദിക്കുന്നു, നീ എങ്ങനെയാണ് വിവാഹ വസ്ത്രമില്ലാതെ ഉള്ളിൽ പ്രവേശിച്ചത്? സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കമുള്ള ഒരു ജീവിതം വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. നാം എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് അവസാനം നിത്യസ്വർഗം നേടാമെന്ന് കരുതരുത്. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ജാഗരൂകതയോടുകൂടി ആയിരിക്കുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് സഹോദര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ മക്കൾക്കുള്ള കൃപയിൽ ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ സ്നേഹകൂടാരത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യത നേടുക. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ക്രിസ്തു നമ്മെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചു. നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മുടെ അറിവോടെ, സമ്മതത്തോടെ നാം ആ ക്ഷണം നിരസിച്ചുകൊണ്ട് നമ്മുടെ വഴിയെ ജീവിതയാത്ര തുടർന്നാൽ സത്യത്തിൽ നമ്മൾ തിരസ്കൃതരാകും. ദൈവത്തിൻ്റെ കൃപയുടെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മൾ അനർഹരായിത്തീരും. സുവിശേഷം ഇന്ന് ആവശ്യപ്പെടുന്നത് പോലെ, ഇതാ വിരുന്നൊരുക്കി കഴിഞ്ഞു, എല്ലാവരും വരുവിൻ. ദൈവം സ്നേഹപൂർവ്വം നമ്മെ ക്ഷണിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ക്ഷണം നിരസിക്കാതെ ആ ക്ഷണം സ്വീകരിക്കുവാനുള്ള യോഗ്യത ലഭിക്കുവാൻ ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.